സുരാജിൻ്റെ സ്വന്തം നാട്ടുകാരൻ ശശി ഇങ്ങനെ എന്തോ ചോദിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. സുരാജ് ഇനി ചെയ്യാൻ പോകുന്ന വേഷങ്ങളിൽ സുരാജ് ഇതുവരെ വന്ന ആ ആക്ടിങ് ഫേസിൽ നിൽക്കുന്ന ക്യാരക്ടറുകളാണോ സുരാജിന് ചെയ്യാൻ താല്പര്യം? അതെ, ഇനി പുതിയതായിട്ട് ഇപ്പോൾ സുരാജിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സുരാജിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഒരു ട്രാൻസിഷൻ, ഒരു ആക്ടറുടെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ ക്യാരക്ടറിലൂടെ പോകാനാണോ സുരാജിന് ആഗ്രഹം? അദ്ദേഹം പറഞ്ഞ പോലെ 2 ഘട്ടമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, ഇതുവരെയുള്ള എൻ്റെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും കോമഡി വേഷങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരുപാട് അനുഭവങ്ങൾ, ഇതാണ് എൻ്റെ ഊർജ്ജം. ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ആൾക്കാർ കൈയടിക്കുന്നതും അതുപോലെ തന്നെ എൻ്റെ കോമഡി കണ്ടിട്ട് ആൾക്കാർ കൈയടിക്കുന്നത്, അതാണ് എൻ്റെ ഊർജ്ജം, അതാണ് എൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുകയാണ്. ഈ ഗ്രൗണ്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഇതിപ്പോൾ പിന്നെ ന്യൂ ജനറേഷൻ എന്നോ ഓൾഡ് ജനറേഷൻ എന്നോ അങ്ങനെ എനിക്ക് വേർതിരിവില്ല. അഭിനയത്തെ ഏത് വേഷം കിട്ടിയാലും മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ മഹാനായ ചാർലി ചാപ്ലിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിംഗ് ആണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് വിളിച്ച് പറഞ്ഞത്, സുരാജിന് അതിൽ കാണാനേ കഴിയില്ല. അത് ശരിക്കും റിയലിസ്റ്റിക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏത് വേഷം കിട്ടിയാലും അത് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ അഭിനയത്തിൽ ശരിക്കും ഇങ്ങനെ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് പഠിച്ച് ഒരുപാട് വേഷങ്ങൾ, നല്ല നല്ല വെറൈറ്റി വേഷങ്ങൾ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മോൾഡ് ചെയ്തെടുക്കേണ്ടത് അത് തിരക്കഥാകൃത്തും സ്പെഷ്യലി ഡയറക്ടർ തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല വേഷങ്ങൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് മാക്സിമം നന്നാക്കാനായിട്ട് ഒരു ആക്ടർ എന്ന രീതിയിൽ ഞാൻ ശ്രമിക്കും. അതിനുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ലഭിക്കുന്ന പൈസയുടെ ഒരു വീതം ചാരിറ്റിക്ക് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിശ്ചയമാണ്. അത് കിട്ടുന്നതിൽ ഒരു വീതം അവർക്ക് കൊടുക്കാൻ എനിക്ക് വളരെ സന്തോഷകരമായിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതിന് പിന്നെ എങ്ങനെ വീട്ടിൽ വരുന്നവർക്ക് ഇല്ലെങ്കിൽ ഇതറിഞ്ഞ് അവരുടെ ഇത് ബോധ്യമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ സഹായിക്കാറുണ്ട്. സുരാജ്, നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കും. സുരാജിൻ്റെ തിരക്ക് പിടിച്ച ഈ നിമിഷങ്ങൾ ഇനിയും കൂടുതൽ അപഹരിക്കുന്നത് ശരിയല്ല. പ്രേക്ഷകർക്കായിട്ട് ഒരു നമ്പറും കൂടി കാണിച്ച് നമുക്കങ്ങോട്ട് കൊട്ടിക്കലാശം നടത്താം. ഏത് നമ്പറാണ് വേണ്ട? ഏത് നമ്പറും സ്വീകരിക്കപ്പെടും. എനിക്ക് ഇതുവരെ എത്താൻ സഹായിച്ച ഒരുപാട് തിരക്കഥാകൃത്തുക്കൾ, പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും, റാഫി മക്കാട്ടൻ, ഷാഫി, ബെന്നി പി നായരമ്പലം തുടങ്ങി ഒരുപാട് ഡയറക്ടേഴ്സും തിരക്കഥാകൃത്തുമുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് ഇനിയും നല്ല നല്ല സ്റ്റൈലിഷായിട്ടുള്ള ക്യാരക്ടറുകൾ ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്തായാലും കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി പ്രേക്ഷകർക്കായിട്ട് ഞാൻ ഒരു ഏത് ശബ്ദം വേണ്ടേ? സുരാജിന് ഇഷ്ടമുണ്ടോ? അതല്ല, നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രിയുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ ശബ്ദം ആടിൻ്റെ ശബ്ദവുമായിട്ട് വളരെ രൂപസാദൃശ്യം ഉണ്ട് എന്ന് ഞാൻ കണ്ടെത്തിയതാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആടെന്ന് പറയുമ്പോൾ മേ, ഇത് പെണ്ണാട്. മുട്ടനാടിൻ്റെ വോയിസ് വേറെയാണ്. മുട്ടനാട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെണ്ണാട് അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ മുട്ടനാടിൻ്റെ ശബ്ദം വീണ്ടും മാറും. അതിൽ പിടിച്ചാൽ കറക്റ്റ് മുഖ്യമന്ത്രിയുടെ ശബ്ദം വളരെ സിമിലാരിറ്റി ഉണ്ട് എന്ന് ഞാൻ കണ്ടെത്തിയതാണ്. ഇതാണ്. ഇതല്ലേ? കറക്റ്റാണല്ലോ. ഓക്കെ. ഈ അടുത്ത സമയത്ത് പത്രപ്രവർത്തകർ ചോദിച്ചു, എന്തുകൊണ്ടാണ് വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറം ഭാഗങ്ങളിൽ അങ്ങ് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ സിനിമയിലെ 2 ഡയലോഗിലൂടെ അദ്ദേഹം മറുപടി പറഞ്ഞു. അത് ഇപ്രകാരമാണ്. അതും ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ശരിക്കും പറഞ്ഞാൽ വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറം ഭാഗങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന ഒരുതരം പാതിര കാറ്റുണ്ട്. അതിങ്ങനെ കുഞ്ചാലിക്കുട്ടിയുടെയും കുറച്ച് ലീഗ് മന്ത്രിമാരുടെയും തട്ടത്തിൽ തട്ടി മുടി ഇഴകളിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണുമ്പോൾ എൻ്റെ പൊന്നു സാറേ, പിന്നെ വേറെ ഒന്നും കാണാനേ പറ്റില്ല.
സുരാജ് ഇത്രയും സമയം ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന്, സുരാജ് എന്നുള്ള കലാകാരനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. സുരാജ് ഇനിയും വൈവിധ്യമാർന്ന വേഷങ്ങൾ, ആ വേഷങ്ങൾക്കെല്ലാം രൂപം നൽകിക്കൊണ്ട് ഒരുപക്ഷെ സിനിമയുടെ ഉന്നത പീഠം കൈക്കലാക്കാൻ വേണ്ടി സുരാജിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ.